ഹലോ ഫ്രണ്ട്സ്, അല്ല ഞാനെവിടെ പോക്ക്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിട്ടു. എല്ലാവർക്കും മലബാറി മല്ലുവിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളെ കാണാൻ ഒരു ഡോക്ടർ വരുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളെ ഇന്ന് എന്നെയും എൻ്റെ സഹോദരൻ പാച്ചുവിനെയും വാക്സിൻ അടിക്കാൻ പോവുകയാണ്. എനിക്ക് വാക്സിനൊന്നും പേടിയില്ല, പക്ഷേ പാച്ചുവിന് നല്ല പേടിയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വാക്സിനേഷൻ വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് ചെറിയ പേടിയുണ്ട്, പക്ഷേ പാച്ചുവിൻ്റെ പോലെ കടിക്കും അതൊന്നുമില്ല, ഞാൻ സഹകരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫ്രണ്ട്സ്, വേറൊരു കാര്യം കൂടി. നമ്മൾ പൂച്ചയ്ക്കായാലും പട്ടിക്കായാലും ഈ വാക്സിൻ എടുക്കുമ്പോൾ റാബീസിൻ്റെ വാക്സിൻ എടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നമുക്ക് ഇവരെ ഡിവാമിങ്, അതായത് വിരമരുന്ന് കൊടുത്തിരിക്കണം. ഓക്കെ, വിരമരുന്ന് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതടിക്കാൻ പാടുള്ളൂ. കാരണം വിരമരുന്ന് കൊടുക്കാതെ അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ക്ഷീണം വരും. അതായത് എനിക്ക് ഇപ്പോൾ അടുത്ത ഒരാഴ്ച മുമ്പ് നമ്മുടെ ഷൂട്ടിനിടയ്ക്ക് പോയ വീട്ടിലെ അവിടെ ഡോഗിന് ഇതേമാതിരി കൊടുത്തിട്ട് വാക്സിൻ അടിച്ചു. പക്ഷേ വിരമരുന്ന് അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. അത് ഭയങ്കര ക്ഷീണവും, ഫുഡ് കഴിക്കുന്നില്ല, 3 ദിവസമായിട്ട് ഫുഡ് കഴിക്കില്ല. അപ്പോൾ അത്രയ്ക്ക് ക്ഷീണം വരും. ക്യാറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ റാബീസ് അടിക്കുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് എന്താ പറയുക, ഡിവാം ചെയ്യണം. അതിൽ ഞാൻ ഈ ഒരു മരുന്നാണ് കൊടുത്തത്. ഇത് 2.5 ml വെച്ച് ഒരു ക്യാറ്റിനാണ്. ഞാൻ 5 ml വെച്ചിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഒരാഴ്ച മുമ്പ് കൊടുത്തത്. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് വിരയുടെ മരുന്ന്. ഇത് 5 ml ആണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡോക്ടറെ വരവേൽക്കാനായി. പാച്ച് ഇവനാണ് ഇതിലെ ഏറ്റവും മെയിൻ വില്ലൻ. ഇവനെ കുത്തിയാൽ കുത്തുന്നവൻ്റെ പരിപ്പോനെ ഇളക്കും. ഇല്ല ഞാനോ ഇഷ്ടല്ല മറ്റോ പക്ഷെ പാവാ. വാ വരേ, വാ മിട്ടോ. വരും. അല്ല, കവറിൻ്റെ സൗണ്ട് ഇട്ട് വരുന്ന ഒരാള്. ആദ്യം വാക്സിൻ അടിക്കുന്നത് പാച്ചുവിനുണ്ടോ? എൻ്റെ പാച്ചക്ക് വരുന്നോ? അതും കുഴപ്പമില്ലേ. എവിടെയാണ് കുത്തുക? അല്ല, ബാക്കിലോ ഫ്രണ്ടിലോ അങ്ങനെ? ഇതാണ് കേട്ടോ ഡോക്ടർ വിഷ്ണു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. പിന്നെ എൻ്റെ തൊട്ടാൽവാസി കൂടിയാണ്. ആദ്യം എടുക്കാൻ പോകുന്നത് പാച്ചു. നിന്റെ തല നിന്റെ സൈഡിലോട്ട് അല്ലെങ്കിൽ എനിക്ക് കടിയിട്ട് നേരെ ഓപ്പോസിറ്റ്. അതാട്ടെ ആ ഭാഗത്തും കാലി ഭാഗത്തും. അല്ലടോ, ഇപ്പൊ തന്നെ നിന്നോ? തല അങ്ങോട്ടേക്ക് പിടിക്കും. ഓക്കെ, ഫൈൻ. ക്ലോസ് ആക്കി പിടിച്ചു. നിങ്ങൾ നിൽക്കൂലെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്യണേ. അയ്യോ എന്നെ കൊല്ലത്തേ, അയ്യോ ഇവന്മാര് തന്നെ എന്താ ചെയ്യുന്നേ? അയ്യോ പിറ്റോ എവിടെയാ പൂച്ചേനെ നമ്മളെപ്പോഴും അങ്ങനെ. അവൻ്റെ ഒരു കൈ അങ്ങനെ ഉണ്ടെങ്കിൽ ആളെവിടെ മൂല. ഇപ്പം ഇവിടെ ചെയ്താൽ കാണില്ല അല്ലേ? ഹൈറ്റ് വേണം. എന്താ ബാക്കി ഇവൻ തന്നെ ചെയ്യുന്നേ? ഓ അയ്യോ കുത്തിപ്പരിപ്പളക്കേ. അയ്യോ തുടങ്ങി കൊടുക്കണ്ടല്ലോ. വേണ്ട ഞാനോടെ വെച്ചോ. നമുക്ക് ചീഫ് ഗസ്റ്റ് ഉണ്ട്, ദേവു. അടുത്തതായി മിട്ടുവിനെയാണ് വാക്സിൻ അടിക്കാൻ പോകുന്നത്. മിട്ടു മിട്ടു കയറ്. റെഡി, 1 2 3. അതാ മിട്ടു റെഡി ആയിരിക്കുകയാണ്. ഇവൻ ശാന്തനാണ്. ഇവന് കൈ കടത്താല്ലേ? കേസ് തടുത്ത എൻ്റെയാണ്. പാച്ചൂടെ കരഞ്ഞാകെ കൊളാക്കി. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല ഡോക്ടറെ, കുത്തിക്കോളൂ. സൂക്ഷിച്ചൊക്കെ കുത്തണേ, എനിക്ക് ഫസ്റ്റ് ടൈമാണ്. സൂപ്പറായിട്ടുണ്ട്.
ആ ഡോക്ടറെ ഒന്ന് തിരുമ്മി തരൂ, വല്ലാത്ത വേദന. ആരായാലും മതി, ഒന്ന് തിരുമ്മിത്തായോ. കഴിഞ്ഞു ഓ, സൂചി എന്ന് പറഞ്ഞപ്പോൾ നെയ്ത്ത പ്രതീക്ഷിച്ചില്ല. വെറുതെ അല്ല പാച്ചു കരഞ്ഞത്. ഇത് ഇപ്പൊ അടിച്ച റാബീസിന്റെ വാക്സിനാണ്. ഇത് നാളെ പിന്നെ ഒരു ബുക്കോ എന്തോ ഇത് കൊണ്ടുവരും. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അതിൽ ഒട്ടിച്ചിട്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് ലൈസൻസ് എടുക്കല്ലേ. അപ്പൊ ലൈസൻസ് ഒക്കെ എടുക്കണല്ലേ. എനിക്കങ്ങനെ അറിയില്ല കേട്ടോ. പൂച്ചക്ക് ലൈസൻസ് ഓടല്ലേ. അപ്പോൾ നാളെ നമുക്ക് പഞ്ചായത്തിൽ പോയി ലൈസൻസ് ഒക്കെ എടുക്കണുണ്ടോ അപ്പം ഇനി. അപ്പോൾ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ ബൈ. എന്താ എന്ത് എന്ത് അത് ആണല്ലോ. നോക്കട്ടെ, ഞാൻ കണ്ടേ ഒന്ന്. വ്യക്തി ഇപ്പോൾ കുറച്ച് ബിസിയാണ്. സോ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കുറേ ചക്കമരം, പ്ലാവ് ആൻഡ് മാവ്. ഇത് എക്സ്ക്ലൂസീവ് ഉണ്ടോ? ഇത് DD വ്ളോഗ്സിൽ വരില്ല. കാരണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ നല്ല ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ. ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാലിട്ടപ്പോ ഇതായോ പ്ലെയിനെ കുറിച്ച് എന്തോ പറഞ്ഞിരിക്കണത്. പ്ലെയിനാ. സോ അമ്മ ഭയങ്കര എൻജോയ് ചെയ്താണ്. പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്ക് അരി കുത്തികൾ. അർജുമാമൻ ഇവിടെ ഉണ്ട്. അർജുമാമൻ കാണുമ്പോ കുറച്ച് പുലിയാണെങ്കിലും പുലിയും പറഞ്ഞാൽ നിങ്ങൾക്ക് പുലിയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. ഡീകോഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പുളിയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. പുലിയാണ്. പുളിയായത് ഇവിടെ നമ്മളെ സുഹൃത്തുക്കൾ ഇഞ്ചസിനടിച്ച് തളർന്നു നോക്കി. നല്ല കുട്ടികളായി. അങ്ങനെ ഉണ്ടത് സുഖായില്ലേ പാച്ചോ? അങ്ങനെ ഉണ്ടപ്പോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നമുക്ക് ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഒരു ബുക്കാണിത്. ഇത് വാക്സിൻ അടിച്ച ഇതുണ്ടല്ലോ, ഡോക്ടർ സൈനും ഡേറ്റും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ അടിച്ച വാക്സിൻ ഈ സ്റ്റിക്കർ കുറച്ച് ഇവിടെ ഒട്ടിച്ചിട്ട് പഞ്ചായത്ത് കുറച്ച് ഫോം കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. പേര്, വിലാസം, പിന്നെ പൂച്ചയുടെ പേര്, ഇത് അടയാളം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് പഞ്ചായത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ലൈസൻസ് എടുക്കണം. അതായത് പൂച്ചയ്ക്ക് ലൈസൻസ് എടുക്കണം വളർത്തണമെങ്കിൽ. അതാണ് പുതിയ നിയമം. 2 പേർക്കുണ്ട്, മിട്ടൂനും പാച്ചനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്തിൽ പോയി ലൈസൻസ് എടുക്കണം. ഓക്കെ, ഇത് ഒട്ടിക്കണം കേട്ടോ. പറിച്ചിട്ട് ഇതിങ്ങനെ പറിച്ചെടുക്കുക. വാക്സിൻ ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് വാക്സിൻ വിവരങ്ങൾ എന്നുള്ള ഈ കോളത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. വീട്ടിൽ പൂച്ചനെ വളർത്തുന്നവർ വാക്സിനൊക്കെ അടിച്ച് ലൈസൻസൊക്കെ എടുത്ത് വെച്ചോ. രസമല്ലേ പൂച്ചയ്ക്ക് ലൈസൻസ് എടുക്കുന്നത്. ബ്ലാക്കിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഈ പട്ടികൾക്ക് മാത്രമേ വേണമെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ പൂച്ചയ്ക്കും വേണം. ഇനി കുറച്ച് ഫില്ല് ചെയ്യാണ്ട് പേരും ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പഞ്ചായത്തിൽ കൊടുത്ത് ലൈസൻസ് എടുക്കാം. ഞാൻ പഞ്ചായത്തിലെത്തിയിട്ട് കേട്ടോ. ഇനി ഇത് കൊടുക്കാം, എവിടെ കൊടുക്കേണ്ടറിയില്ല. ഇനി ഇത് കൊടുത്തോക്കാം. സംഭവം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലൈസൻസ് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. സാധനമൊക്കെ റെഡിയാണ്. അങ്ങനെ മിട്ടൂനും പാച്ചുവിനും ലൈസൻസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.